ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടെന്നറിയോ? എങ്ങോട്ടായിരിക്കും ചേട്ടൻ പറ, എങ്ങോട്ടായിരിക്കും? അതെ, ചേട്ടൻ വരാത്തോട് പിന്നെ ചേട്ടൻ അറിയില്ലായിരിക്കും. വണ്ടർലേക്കാണ് ഞങ്ങൾ പോണത്. എക്സൈറ്റഡ് ആണ്, പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ നാളായി പറയുന്നത് വണ്ടർല പോണം. ഇപ്പൊ ഒരു മീൻകാലം പോകും, നിങ്ങളെ ശ്രദ്ധിക്കണ്ട. കൊറേ നാളായി വണ്ടർലേക്ക് പോണതൊക്കെ. എന്ന് കല്യാണം കഴിഞ്ഞ തൊട്ട് ഞാൻ പറയാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എവിടേക്കും പോവാത്ത പോലെ കുട്ടിയുടെ അല്ല, പിന്നെ പ്രഗ്നന്റ് ആയി, പിന്നെ അങ്ങനെ പോയി. ഇപ്പൊ മിക്കുന് വീട്ടിലാക്കിയിട്ട് നമ്മൾ പോവാണ്. കുറച്ച് ഫ്രണ്ട്സും കൂടി വരാനുണ്ട്. അപ്പൊ ഞങ്ങള് വണ്ടർല പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. വിളിച്ചേട്ടൻ റെഡി അല്ലേ? പിന്നല്ലാണ്ട് ശരിക്കും പറഞ്ഞ നല്ല മൂക്കൊലിപ്പുണ്ട്. അതിന് പോയിട്ട് പിഴിയാ. അയ്യേ, ഞാൻ വെള്ളത്തിൽ കിടക്കൊന്നുമില്ല. അലർജി ഉള്ള കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് ലാൻഡ് റൈഡിനോടാണ് താല്പര്യം. ചേട്ടന് പിന്നെ വെള്ളത്തില് നീരാടാൻ പോവാ. പിന്നെ കുറച്ച് കളക്ഷൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയാണ് ചേട്ടൻ പോവാ. പഴയ മിൽട്ടൺ ബന്ധു. അപ്പോൾ ശരി, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഒരു ഹായ് പറ നിഷാന്തായിട്ട്, ഒരു ഹായ്. എന്താണ് വണ്ടർലേനെ കുറിച്ചുള്ള അഭിപ്രായം? അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ഇവിടെ തുടങ്ങുക കേട്ടോ. എന്താ കാറിൽ ഞങ്ങൾ പോവാണ്. ഒരാളെ കൂടി നമുക്ക് പിക്ക് ചെയ്യാനുണ്ട്, ഒരു ഫാമിലിനോട് പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതെന്താണ്? അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം 11 മണിയാകുമ്പോഴാണ് വണ്ടർല നമുക്ക് തുറക്കുള്ളൂ. അപ്പോൾ ആ ടൈമൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ആദ്യമായിട്ട് ടൂർ കൊണ്ടുപോണ പോലെയുള്ള വീഡിയോ പിന്നെ വേറെ പണിയില്ലല്ലോ. അങ്ങനെ ഞങ്ങളെന്താ വണ്ടർലയിൽ എത്തിയിട്ടോ. ഇനി കുറച്ച് ടിക്കറ്റിൻ്റെയും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് തോന്നുന്നു ഇവിടെ. പിന്നെ ഞങ്ങളുടെ ഒരാളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. ബർത്ത്ഡേക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അവർക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ടിക്കറ്റ് കിട്ടും കേട്ടോ. ആളുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പോൾ കിട്ടും നമുക്ക്. അപ്പോൾ ഞങ്ങളത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ്. എന്നിട്ട് അവരത് റീചെക്ക് ചെയ്യാട്ടോ ടിക്കറ്റ്. ആധാർ കാർഡിലെ ഫോട്ടോ നോക്കട്ടെ. ഫസ്റ്റ് തന്നെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ബൊമ്മകൾ കാണാം. അതുപോലെ തന്നെ ഒരു ജോക്കറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പണ്ട് പോയിരുന്നപ്പോൾ ആനയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ മാറി വണ്ടർല ഇപ്പോൾ പുതിയ രൂപത്തിലേക്കായി. ഞാൻ പണ്ട് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉള്ള പോലെ ഒന്നല്ല. ഇപ്പോൾ ഭയങ്കര ചേഞ്ചായി. ഇത് മാത്രം ഒരു ചേഞ്ചില്ല, ജയിൻറ്റ് വീല് മാത്രം ഒരു ചേഞ്ചില്ല. ബാക്കിയുള്ളതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അങ്കമാലി ഡയറസിൽ ശവപ്പെട്ടി കിട്ടില്ലേ, അതേപോലെ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പോയിട്ട് നമുക്കവിടെ നൈലോണിൻ്റെ മെറ്റീരിയൽ ഉള്ള ഡ്രസ്സ് വേണമെന്നാണ് അവിടെ പറയണത്. റൈഡിലൊക്കെ കയറുമ്പോൾ അതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ എന്ന് പറയണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോയത് റൈഡുകൾ കാണാനാണ്. എല്ലാ റൈഡുകളും ഒന്ന് കണ്ടു. എന്നിട്ട് ഏതിൽ കയറണമെന്ന് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിക്കുകയാണ്. അതിൽ കയറാം, ഇതിൽ കയറാം, എങ്ങനെയെങ്കിലുമൊക്കെ ഏതിലെങ്കിലൊക്കെ കയറണം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ കയറിയത് റോളർ കോസ്റ്ററിലാട്ടോ. ഇതൊരു റിവേഴ്സിബിൾ റോളർ കോസ്റ്റർ ആട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമൊരു പേടിയായിരുന്നു. കാരണം വെച്ചാൽ കാണുമ്പോഴൊക്കെ നമുക്കൊരു ഉള്ളിലൊരു ആദ്യം വരില്ലേ, ആ സംഭവമായിരുന്നു ആദ്യം. പിന്നെ അടുക്കുന്നവരും പോണോ പോണ്ടേ എന്നൊക്കെ ആയിരുന്നു. പിന്നെ എന്തായാലും കയറി, എന്തായാലും നോക്കാമല്ലോ, നമുക്ക് എക്സ്പീരിയൻസ് എന്തായാലും നോക്കാമല്ലോ. അടിപൊളി എന്നാണ്, അടിപൊളി. ചത്തു എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ തന്നെയായിരുന്നു. അടിച്ച് പൊളിച്ച് ഞങ്ങൾ. അതിനുശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എല്ലായിടത്തും പോയി നോക്കി. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മതിയായി കേട്ടോ ഞങ്ങൾക്ക്. എന്തല്ലേ ഇതൊക്കെ, ഭയങ്കര. ഇതിൽ കയറിയില്ല, കണ്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കയറിയത്, ഞാനും വെള്ളച്ചേട്ടനും കയറിയത് ഇതിലേക്കാണ് കേട്ടോ. സ്കൈ വേവോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് പേര് അറിയില്ല. കയറിയത് ഓർമ്മയുള്ളൂ. അതിനേക്കാട്ടും റോളർ കോസ്റ്ററേക്കാട്ടും എനിക്ക് കുറച്ചുകൂടിയും പേടി തോന്നുന്നത് ഇതിലാട്ടോ.
ഇതൊരു പ്ലെയിൻ പോലത്തെ മോഡലുള്ളത്, അതിങ്ങനെ കിടന്ന് തിരിഞ്ഞ് പിന്നെ ഒരു തിരിയലുണ്ട്. അതിലാണ് തലയും കുത്തി നിൽക്കുമ്പോഴൊക്കെ നല്ല സുഖമായിരുന്നു. എന്നാലും ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ മൂഡ് തന്നെ കേട്ടോ നമുക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വാട്ടർ ആക്ടിവിറ്റീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ബിരിയാണിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞത് വണ്ടർ സ്പ്ലാഷിലേക്കാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത് കേട്ടോ. ഞങ്ങളങ്ങനെ ഇതാ പൂളിലേക്ക് കിടക്കാണ്. ഇനി ഫുള്ള് വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസ് ആട്ടോ കൂടുതലും. അങ്ങനെ ഇതാ പൂളിലേക്ക് എൻ്റർ ചെയ്തു. ഇതെന്തോ ജംഗിൾ തീമായിട്ടുള്ള എന്തോ ഒരു പൂൾ അങ്ങനെയൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ബക്കറ്റിൽ ഇങ്ങനെ തലയ്ക്ക് ഒഴിക്കും. അങ്ങനെ ഞങ്ങൾ വേറെ വാട്ടർ റൈഡിലൊക്കെ കയറി. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കണമല്ലോ, ഫോൺ എങ്ങാനും പോയി കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഞങ്ങളിത് വെറുതെ പറയരുത്, തൊണ്ടയിൽ ഇറുക്കിയ പോലെ അങ്ങനെ ഭാഗ്യം പരീക്ഷിക്കാനായി ഞങ്ങൾ ഇരിക്കുകയാണ് വണ്ടർലയിൽ വന്നിട്ട് വേണം ഭാഗ്യം പരീക്ഷിക്കാൻ. ഇതെങ്ങനെയാന്ന് പറ, 2 ബോൾ വീണ നമുക്ക് ഈ സമ്മാനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങളുടെ വണ്ടർല ട്രിപ്പ് കഴിഞ്ഞു. ഇതാ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പിരിയുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു, ടാറ്റാ.